ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റേഴ്സ് ആയാലും ട്രേഡേഴ്സ് ആയാലും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റോക്കുകളുടെ പ്രൈസസ് എടുത്ത് അവയുടെ 52 വീക്സ് ഹൈ ആൻഡ് ലോസ് വെച്ച് കമ്പയർ ചെയ്യൽ. സാധാരണയായി 52 വീക്ക് ഹൈ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടും 52 വീക്ക് ലോ സപ്പോർട്ട് ലെവലായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ വോളറ്റൈൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി നടക്കുന്നവരാണ് അല്ലേ? സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 സ്റ്റോക്കുകളാണ്. എങ്ങനെയുള്ള 5 സ്റ്റോക്കുകൾ? 52 വീക്ക് ഹൈയിൽ നിന്നും 50 മുതൽ 66% വരെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 സ്റ്റോക്കുകൾ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, 52 വീക്ക് ഹൈയിൽ നിന്നും താഴെ നിൽക്കുന്ന സ്റ്റോക്കുകൾ മുകളിലേക്ക് തന്നെ പോകുമെന്നോ ഇതിലും താഴേക്ക് പോകില്ല എന്നോ ഒരു ഗ്യാരണ്ടിയും ആർക്കും തരാൻ പറ്റില്ല. അപ്പോൾ ഇത് മാത്രം വെച്ച് നിങ്ങൾ ഒരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അഡീഷണൽ ടൂൾ മാത്രമാണ് എന്ന് ഓർക്കുക. നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമാണ്. മാർക്കറ്റ് ക്യാപ് മോർ ദാൻ 5,000 crore rupees, 5-year average return on equity more than 15%, 5-year sales growth CAGR over 10%, 5-year of profit growth CAGR more than 10%, and net profit margin is more than 10%. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 52 വീക്ക് ഹൈസിൽ നിന്നും ഏറ്റവും ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുക. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണുക. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് 14th സെപ്റ്റംബറിലെ മാർക്കറ്റ് ക്ലോസിംഗ് പ്രകാരമുള്ള നമ്പേഴ്സ് ആണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഇസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഫസ്റ്റ് കമ്പനി മനപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. മനപ്പുറം ഫിനാൻസ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, NBFC ആണ്. ഇവരുടെ മെയിൻ ബിസിനസ് ഗോൾഡ് ലോൺ ആൻഡ് മൈക്രോ ഫിനാൻസ് ലോൺ ആണ്. ഇതിന് പുറമെ ഹൗസിംഗ് ലോൺസ്, മണി ആൻഡ് ഫോറസ്റ്റ് ട്രാൻസ്ഫർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സർവീസസും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ അഡ്വാൻസസിന്റെ 67% ഗോൾഡ് ലോൺ ആണ്. മൈക്രോ ഫിനാൻസ് ലോൺസിന്റെ ഷെയർ 21% ആണ്. മനപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ ഷെയർ പ്രൈസ് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏതാണ്ട് 53.69% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ഓരോ ക്വാർട്ടറിലുമായിട്ട് അവരുടെ കോസ്റ്റ് ഓഫ് ബോറോവിംഗ്സ് കുറച്ചു കൊണ്ടുവരികയാണ്. ഫിനാൻഷ്യൽ ഇയർ 23യുടെ ക്വാർട്ടർ 1-ൽ കമ്പനി അവരുടെ ബോറോവിംഗ് കോസ്റ്റ് 8.1%ലേക്ക് എത്തിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ബോറോവിംഗ് കോസ്റ്റ് എത്ര കുറയുന്നോ അത്രയും നല്ലതാണ് കമ്പനിക്ക്. ഫിനാൻഷ്യൽ ഇയർ 23യുടെ ക്വാർട്ടർ 1-ലെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് NPAയുടെ ലോസസിലും റിഫ്ലക്ട് ആകുന്നുണ്ട്. ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഫേമുകളെയും സംബന്ധിച്ച് NPA എന്താണ് എന്ന് പറയാം. 90 ഡേയ്സിൽ കൂടുതൽ കുടിശ്ശികയായി കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടോ പലിശയോ ഉള്ള ലോണുകളോ അഡ്വാൻസുകളോ ആണ് ഇവിടെ NPA. ഇത് എത്ര കുറയുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിൽ ഈ അസറ്റ് ക്വാളിറ്റി പെർഫോമൻസ് ആവർത്തിക്കാൻ മനപ്പുറം ഫിനാൻസിന് കഴിഞ്ഞിട്ടില്ല. മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിലെ NPAs തുടർച്ചയായി കൂടി വരികയാണ്. മൈക്രോ ഫിനാൻസ് സെഗ്മെന്റ് ആണ് കമ്പനിയുടെ ബിസിനസിന്റെ മേജർ പാർട്ടും എന്നുള്ളത് കൊണ്ട് കൂടി വരുന്ന NPAs ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 103.95 rupees, PE ratio 7.59, debt to equity 2.97, 5-year sales CAGR 12.22%, return on equity 16.94%, 1-year returns minus 37.45%, 5-year CAGR returns minus 0.53%, 200 DMA 119.01, RSI 14 46.76. അടുത്ത കമ്പനി മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ്. ഇന്ത്യ, സൗത്ത് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലായിട്ടുള്ള വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡയഗ്നോസ്റ്റിക് ചെയിൻസ് ആണ് മെട്രോപോളിസ് ഹെൽത്ത് കെയർ. മെട്രോപോളിസ് ഹെൽത്ത് കെയറിന്റെ ഷെയർ പ്രൈസ് 52 വീക്ക് ഹൈയിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി 61% ആണ് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒക്ടോബർ 2021-ൽ ഹൈടെക് ലാബ്സിനെ ഏറ്റെടുത്തുകൊണ്ട് സദേൺ ഇന്ത്യയിലേക്കും ഇവർ പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. COVID-19 കാരണമുള്ള തടസ്സങ്ങൾക്കിടയിലും നോൺ കോവിഡ് റവന്യൂവിൽ 26% ഗ്രോത്ത് കാണിച്ചു കമ്പനി. ഇത് കാണിക്കുന്നത് കമ്പനിയുടെ അഗ്രസീവ് B2C മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിലൂടെ കമ്പനി പേഷ്യൻസുമായിട്ട് നല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. അത് റവന്യൂ ഗ്രോത്തിലും കാണാനായി. കമ്പനിക്കുള്ളൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19ന്റെ ഇമ്പാക്ട് കുറഞ്ഞു വന്നതുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണവും കുറയും എന്നതാണ്. അതിനു പുറമെ ഈ സെഗ്മെന്റിലെ ശക്തമായ കോമ്പറ്റീഷൻ ഇൻഡസ്ട്രി വൈഡ് മാർജിൻസ് ടൈറ്റ് ആക്കി തന്നെ നിർത്താനും സാധ്യതയുണ്ട്. ഫാം ഈസി ഈ അടുത്ത് മെട്രോപോളിസിന്റെ സ്ട്രോങ് കോമ്പറ്റീറ്ററായ തൈറോ കെയർ ടെക്നോളജീസിന്റെ മേജർ ഷെയറും ഏറ്റെടുക്കുകയുണ്ടായിരുന്നു. അതേസമയം ഈ ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ കാരണം മെട്രോപോളിസിന് ഒരു സ്ട്രാറ്റജിക് ബയർക്ക് സ്റ്റേക്ക് വിൽക്കേണ്ടിയും വന്നേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,465.9 rupees, PE ratio 43.92, debt to equity 0.43, 5-year sales CAGR 17.66%, return on equity 25.45%, 1-year returns minus 52.37%, 200 DMA 1943.17,
RSI 14 42.6. നെക്സ്റ്റ് കമ്പനി ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1995 കൊൽക്കത്തയിലാണ് ലെക്സ് ഇൻഡസ്ട്രീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ഹൊസേറി ബിസിനസ് അഥവാ തെർമൽ ക്ലാഷ്വൽസ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ മാനുഫാക്ചറിംഗിലും മാർക്കറ്റിംഗിലുമാണ് ഈ കമ്പനി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഹൊസേറി ബിസിനസ്സിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നാണ് ഇത്. 15 ബ്രാൻഡുകളിലായി ഇവർക്ക് 100-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, തമിഴ്നാടു, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായി കമ്പനിക്ക് സ്ട്രാറ്റജിക്കലി പ്രധാനപ്പെട്ട 7 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇന്ത്യയിലൊട്ടാകെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ 4,50,000 റീറ്റെയിൽ പോയിന്റുകളിലായി 674-ലധികം ജില്ലകളിൽ ലഭ്യമാണ്. ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഷെയർ പ്രൈസ് അതിന്റെ 52-വീക്ക് ഹൈയിൽ നിന്നും ഏതാണ്ട് 59.73% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോ മെറ്റീരിയൽസിന്റെ വില വർധനവും സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസും ഉണ്ടായിട്ട് പോലും കമ്പനിയുടെ വരുമാനത്തിൽ ഇയർ ഓൺ ഇയർ 36% വർധനവ് ഉണ്ടായിട്ടുണ്ട്. മാസ് ആൻഡ് മീഡിയം സെഗ്മെന്റിലുള്ള വിൽപ്പനയിൽ ഉണ്ടായ ഇംപ്രൂവ്മെന്റ് ആണ് ഇതിന് കാരണം. അർബൻ ഏരിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസിൽ നിന്നുമാണ് കമ്പനിയുടെ മേജർ ഗ്രോത്തും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസിൽ 23% CAGR വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതേസമയം ലെക്സ് ഇൻഡസ്ട്രീസിന്റെ സ്ട്രോങ് ബിസിനസ് പെർഫോമൻസ് കാരണം പ്രോഫിറ്റ് ഗ്രോത്ത് 50% CAGR ആണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഓപ്പറേഷൻ ആണ്. കമ്പനിയുടെ ഓപ്പറേഷൻസിലെ വർധനവ് കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ദിവസങ്ങൾ 165-ൽ നിന്നും 209 അധികരിച്ചിട്ടുണ്ട്. ഒരു കമ്പനിക്ക് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റവന്യൂ ആയി കൺവേർട്ട് ചെയ്യാൻ എത്ര ദിവസം ആവശ്യമുണ്ട് എന്നതിനെയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കമ്പനിയുടെ ഇൻവെന്ററി ഡേയ്സ് 131-ൽ നിന്നും 143 ആയിട്ടുണ്ട്. ഒരു കമ്പനിക്ക് അതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കപ്പെടുന്നതിന് മുൻപ് ഇൻവെന്ററി ഫോമിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സമയത്തെയാണ് ഇൻവെന്ററി ഡേയ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ മാനുഫാക്ചറിംഗ് സൈക്കിൾ വളരെ വലുതാണ്. മാത്രമല്ല കമ്പനിക്ക് ഒരുപാട് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സും ഉണ്ട്. കൂടുതൽ ഇൻവെന്ററി മെയിൻ ചെയ്യാനുള്ള ആവശ്യകത ഇതാണ്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,870 rupees, PE ratio 17.35, debt to equity 0.24, 5-year sales CAGR 18.86%, return on equity 29.1%, 1-year returns -53.69%, 5-year CAGR returns 8.69%, 200 DMA 2318.05, RSI 14 49.3. അടുത്തത് tanla പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. ബിസിനസ്സുകളെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡറാണ് ഈ കമ്പനി. ട്രിബ്ലോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയുടെ ഓട്ടോമേറ്റഡ് SMS ട്രാഫിക്കിന്റെ 70% മാർക്കറ്റ് ഷെയർ ഈ കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. tanla പ്ലാറ്റ്ഫോംസിന്റെ ഷെയർ പ്രൈസ് 52-വീക്ക് ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് 61.33% ആണ് കറക്റ്റ് ചെയ്യപ്പെട്ടത്. കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ടെക് പ്ലാറ്റ്ഫോം സ്ട്രക്ചർ ആണ്. ഇത് റവന്യൂ കൂട്ടുന്നതിനൊപ്പം ഗുഡ് എക്കോണമി ഓഫ് സ്കെയിലും നൽകുന്നു. അതായത് കമ്പനിക്ക് ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തന്നെ റവന്യൂ വർദ്ധിപ്പിക്കാനാവുന്നു. ഇത് കാരണം മാർജിനിൽ ഒരു ഗുഡ് ഇംപ്രൂവ്മെന്റ് കാണാം. ഇവരുടെ 3-year സെയിൽസ് CAGR 47% ആണ്. അതേസമയം 3-year PAT CAGR 182% ആണ്. അതിന്റെ അർത്ഥം പ്രോഫിറ്റ് മാർജിൻസ് റാപ്പിഡായി ഗ്രോ ചെയ്യുകയാണ് എന്നാണ്. ഒരു മേജർ വീക്ക്നെസ് ഉള്ളത് SMS മീഡിയത്തിലുള്ള ഓവർ ഡിപ്പെൻഡൻസിയാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ 96 to 97% റവന്യൂ വന്നിട്ടുള്ളത് ഈ സർവീസിൽ നിന്നാണ്. ഈ SMS സെഗ്മെന്റിൽ ഒരു ഡിസ്റപ്ഷൻ സംഭവിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയം ബിസിനസ് ടു കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയുള്ള SMS-നെ റീപ്ലേസ് ചെയ്താൽ അത് tanlയുടെ ബിസിനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 811.1 rupees, PE ratio 20.99, debt to equity 0.04, 5-year sales CAGR 40.8%, return on equity 48%, 1-year returns -6.75, 5-year CAGR returns 88.34%, 200 DMA 1118.69, RSI 14 55.7. ആൻഡ് ലാസ്റ്റ് കമ്പനി ഈസ് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡ്. 2010-ൽ ലെക്കോസ് ഇന്റർനെറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ബ്രൈറ്റ്കോം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കമ്പനിക്ക് 3 മേജർ ഡിവിഷൻസ് ഉണ്ട്: മീഡിയ, സോഫ്റ്റ്വെയർ സർവീസസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസ്. ഇവയിലൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. ഈ സർവീസസ് ബ്രാൻഡ് അഡ്വർടൈസേഴ്സ്, ഡയറക്ട് മാർക്കറ്റേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസീസിന് ഡയറക്റ്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. ബ്രൈറ്റ്കോം കമ്പനിയുടെ ഷെയർ പ്രൈസ് അതിന്റെ 52-വീക്ക് ഹൈയിൽ നിന്നും ഏതാണ്ട് 66.79% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഹൈദരാബാദിലാണ്. കമ്പനിക്ക് ടോട്ടൽ 463 എംപ്ലോയീസ് ആൻഡ് കൺസൾട്ടന്റ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട്.
കമ്പനിയുടെ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ് യഥാക്രമം 15% ആൻഡ് 17% CAGR എന്ന നിരക്കിൽ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 10 ഇയേഴ്സിലായിട്ട്. ഈ അടുത്തായി ചില അൺവാണ്ടഡ് റീസൺസിന്റെ പേരിൽ ഈ കമ്പനി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ കമ്പനിയുടെ ഒരു അക്വിസിഷൻ ഡീൽ ക്യാൻസൽ ആയി പോയിരുന്നു ഈ അടുത്ത്. ഇതോടെ കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഫസ്റ്റ് ക്വാർട്ടർ മുതൽ പ്രൊമോട്ടേഴ്സും കമ്പനിയിൽ അവർക്കുള്ള സ്റ്റേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കമ്പനിയുടെ പ്രൊമോട്ടർ സ്റ്റേക്കിന്റെ ഓൾമോസ്റ്റ് 4/1 പണയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നന്നായി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. Current market price 40.8 rupees, P ratio 7.59, debt to equity 0. 5-year sales CAGR 15.41, return on equity 21.3. 1-year returns 89.42%, 5-year CAGR returns 69.63%. 200 DMA 55.69, RSI 44.4. അപ്പോൾ ഇതൊക്കെയാണ് 52 വീക്ക് ഹൈയിൽ നിന്നും 50 മുതൽ 66% വരെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 5 സ്റ്റോക്കുകൾ. ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. ഒപ്പം ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഫേസ്ബുക്കിലും ഇനി മുതൽ ഗ്രോ മലയാളം അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രോ മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.